ഹായ്, നമുക്കൊരു പുതിയ വീഡിയോ കാണാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ നമുക്കിന്ന് പായസം ഉണ്ടാക്കാം. പാല് അടുപ്പത്ത് വെച്ചത് തിളച്ചതിന് ശേഷം അടയാണ് ഇട്ടത്. അട നന്നായിട്ട് തിളച്ച് ഞാൻ ഒരു കവർ പാലിനകത്ത് 2 കവർ വെള്ളം ഒഴിച്ചാണ് ഈ 1 കവർ അട തട്ടിയിട്ട് വേവിച്ചത്. ആ അട നന്നായിട്ട് വെന്ത് കുറുവി വന്നതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ ചവ്വരിയും കൂടി ഇട്ട് കൊടുത്ത് 1 കവർ ചവ്വരി ഇട്ട് കൊടുത്തോളൂ. 250 ചവ്വരി. ആ ചവ്വരിയും വെന്ത് നന്നായിട്ട് ആ പാലിൽ കിടന്ന് വെന്ത് കുറുവി വന്നപ്പം 1 കവർ പാലിൽ പിന്നെ 2 കവർ വെള്ളം കൂടെ ചേർത്ത് അതിനകത്തോട്ട് ഒഴിച്ചാൽ നന്നായിട്ട് തിളച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഞാൻ അതിനകത്ത് ഏലക്ക ഇട്ടെങ്കിൽ നല്ലത് മണം അടിക്കുള്ളൂ. അതോട്ട് അപ്പോഴേ അതിനകത്ത് മെയിൻ സാധനമാണിത്, ചക്ക. വരിക്കച്ചക്ക പഴുത്തത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് അതിനകത്ത് ഇട്ട് കൊടുത്തത്. ആ 2ാം പാൽ ഒഴിച്ച് അത് തിളച്ചതിന് ശേഷം മാത്രമേ ഈ ചക്ക ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ കറക്റ്റ് ഒരു പരുവത്തിന് വെന്ത് കിട്ടും. അത് നന്നായിട്ട് വെന്ത് അത് തിളച്ച് വന്നതിന് ശേഷം ശർക്കര ഉരുക്കി വെച്ചിരുന്നതിന് ഒഴിച്ചു കൊടുത്ത്. ശർക്കരയ്ക്ക് കളർ കുറവായിരുന്നു, വെള്ള ശർക്കരയായിരുന്നു. അതുകൊണ്ടാണ് അടപ്രഥമൻ്റെ ആ ഒരു കളർ വരാത്തത്. പക്ഷെ ഭയങ്കര മധുരമായിരുന്നു. എല്ലാവരും മധുരം നോക്കി മാത്രമേ, ചക്കയുടെ മധുരം നോക്കി മാത്രമേ ശർക്കര ഉരുക്കി ഒഴിക്കാവൂ. പിന്നീട് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ വറുത്ത് കോരി അതിനകത്ത് കൊണ്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വറ്റി വന്നപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. മധുരം ഇത്തിരി കൂടിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ കുഴപ്പം. മധുരം കൂടിയതിൻ്റെ കാര്യം നല്ല പഴുത്ത ചക്കയായിരുന്നു. ചക്കയ്ക്ക് നല്ല മധുരമായിരുന്നു. ഞാനത് ഓർക്കാതെയാണ് 1 കിലോ ശർക്കര മൊത്തം ഞാൻ ഉരുക്കിനകത്ത് ഒഴിച്ചു കൊടുത്തത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ കഷി കുടിച്ചുകൊണ്ടിരിക്കുന്നത് പായസമാണ്. നല്ല ചൂടായിരുന്നു, അതാണ് മുഖമൊക്കെ അങ്ങനെ പോണത്. കൊള്ളാമെന്നൊക്കെ കാണിക്കുന്നത്. കൊള്ളാം.